നമസ്കാരം. ഇന്ന് ആനകളുടെ ദിനമാണ്. നമ്മളൊക്കെ ഏത് സമയത്ത് കണ്ടാലും അത്ഭുതത്തോടെ നമ്മൾ നോക്കി നിൽക്കുന്ന കരയിലെ ഏറ്റവും വലിയ ജീവിയുടെ ദിനം. നമ്മൾക്ക് ഏഷ്യൻ ആനകളെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. നമുക്ക് ലോകത്ത് 3 തരത്തിലുള്ള സ്പീഷീസ് ഉണ്ട്. ആനകളുടെ വൈവിധ്യങ്ങളായിട്ടുള്ള ആനകളുണ്ട്. അതിലൊന്നാണ് ഏഷ്യാറ്റിക് എലിഫൻസ്, എലിഫസ് മാക്സിമസ് എന്ന പേരുള്ളത്. അല്ലാതെ ലോകത്ത് 2 തരത്തിലുള്ള ആനകൾ കൂടിയുണ്ട്. അത് ഒന്ന് ആഫ്രിക്കൻ ബുഷ് എലിഫൻസ്, ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റ്. ഇങ്ങനെ 2 വിഭാഗം കൂടിയുണ്ട്. അതിൽ ആഫ്രിക്കൻ ബുഷ് എലിഫന്റ് ആണ് ലോകത്തെ ഏറ്റവും വലിയ ആന, ഏറ്റവും ഉയരം കൂടിയ ആന, ഏറ്റവും ഭാരം കൂടിയ ആന. ദെൻ ഏഷ്യാറ്റിക് ആനകൾ, നമ്മുടെ എലിഫസ് മാക്സിമസ് എന്ന് പറഞ്ഞ ആന, രണ്ടാമത്തെ ഉയരം കൂടിയ ആന എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോ എലിഫസ് മാക്സിമസിനൊക്കെ മാക്സിമം ഒരു 10 ഫീറ്റ് അടി മാത്രമേ നമുക്ക് ഉള്ളൂ ഇവിടുത്തെ ഏഷ്യൻ ആനകൾക്ക്. പക്ഷെ ആഫ്രിക്കൻ ആനകളിൽ തന്നെ ആഫ്രിക്കൻ ബുഷ് എലിഫൻസ് അതിന് 11 മുതൽ 13 ഫീറ്റ് വരെ ഉയരം വരും. അതാണ് ഏറ്റവും വലിയ ആന. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, വലിയ കൊമ്പുകളായിട്ട്. ഈ ആഫ്രിക്കൻ ബുഷ് എലിഫൻസിന്റെ കൊമ്പുകൾ നേരെ താഴേക്കല്ല, അത് ഇങ്ങനെ ഉയർന്ന് പൊങ്ങി മുകളിലേക്കൊരു വളവുണ്ടാവും. കൂടുതലും അങ്ങനെയുള്ള ആനകള് ഈ ബാർക്ക് മൊപ്പാനി മരങ്ങളൊക്കെ ഉണ്ടാവും. ആഫ്രിക്കയിലെ മൊപ്പാനി മരങ്ങള്, തിരിച്ച് തോണി ബുഷിലുള്ള മൊപ്പാനി മരങ്ങള്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് അവർക്ക് മറ്റ് ഗ്രാസ് ഒന്നും കിട്ടാതെ, പുല്ലൊന്നും കിട്ടാതെ ആവുന്ന സമയത്ത്, ഈ ജലാശയങ്ങളൊക്കെ ശോഷിക്കുന്ന സമയത്ത് ഈ മുപ്പാനി മരങ്ങളെ തോല് കുത്തി അടർത്തിയെടുത്ത് ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവസാനത്തെ എന്റെ കെനിയ, ആഫ്രിക്ക, ബോട്സ്വാന വിസിറ്റില് ഈ ഇത്തരം ആനകളെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അനുഭവങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് പങ്കുവയ്ക്കാം. അപ്പൊ എപ്പോഴാണ് ഈ ആനകൾ ഇവോൾവ് ചെയ്തു വന്നത്? നമുക്ക് 3 തരത്തിലുള്ള ആനകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതില് ആഫ്രിക്കൻ ആനകള് ഒരു 1.5 മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഇവിടെ എക്സിസ്റ്റൻസ് നമ്മുടെ പല ആർക്കിയോളജിക്കൽ ഇതിലും കാണിക്കുന്നുണ്ട്. ആഫ്രിക്കൻ ആനകളുടെ ഒരു ഒറിജിൻ കാണിക്കുന്നുണ്ട്. ഒരു 7.6 മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്കാണ് 2ആയിട്ട് പിരിഞ്ഞത്. അതായത് ആഫ്രിക്കൻ ആനകളുടെ വിഭാഗം അവിടെയും പിന്നീട് ഏഷ്യൻ ആനകളുടെ വിഭാഗം താഴേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നത്. പക്ഷെ രസകരമായിട്ടുള്ള കാര്യം, ഈ 2 വിഭാഗവും 3 വിഭാഗം ഉണ്ടെങ്കിൽ പോലും ആഫ്രിക്കൻ ഏഷ്യൻ എന്ന് തിരിക്കുമ്പോൾ ഉള്ള 2 വിഭാഗവും ആഫ്രിക്കയിൽ തന്നെ ഒറിജിനേറ്റ് ചെയ്തതാണ്, ജന്മം കൊണ്ടതാണ്. അപ്പോൾ പിന്നീടാണ് ഏഷ്യൻ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മുടെ ഏഷ്യൻ ആനകൾ പ്രയാണം ചെയ്ത് അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നത്. കെനിയയിൽ ഈ അടുത്ത് ഞാനത് വായിച്ചു. കെനിയയില് ഈ ഒരു ഏഷ്യൻ ആനകളുടെ പ്രസൻസ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഐഡന്റിഫൈ ചെയ്തു വന്നത്. ഇതാണ് ആനകളുടെ ഒരു ഒറിജിൻ. പിന്നെ ആനകളുടെ പേര് എന്താണ്? എലിഫന്റ് എന്ന് പറയുന്നത്. അപ്പോ എലി എന്ന് പറയുന്നത് ലാറ്റിനിലെ ആർക്ക്, ഇങ്ങനെ ഒരു ആർക്കായിട്ട് ഒരു ആർക്ക് എന്നാണ് മീനിങ്. ഫെന്റ് എന്ന് പറയുന്നത് ഹ്യൂജ്, വളരെ വലിയ ഒരു കമാനം. അതുപോലെയാണല്ലോ ആനകൾ, വലിയ കമാനം പോലെയുള്ള ആനകൾ. ഇതാണ് ആനകളുടെ ഒരു തുടക്കം, അല്ലെങ്കിൽ ആനകളുടെ ഒരു ഇവല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്കിതിന് ആനകൾക്ക് മുമ്പ് നമുക്കറിയാം മാമത്തുകൾ ഉണ്ടായിരുന്നു. ഈ മാമത്തും ഏഷ്യൻ എലിഫൻസുമാണ് ഒരു വിഭാഗമായിട്ട് വരികയും ഒരേ സമയം മാമത്തും എലിഫസ് മാക്സിമസും ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പലരും വിചാരിക്കും മാമത്തിന് ശേഷം വന്നത്, അല്ലെങ്കിൽ മാമത്തിന്റെ അടുത്ത തലമുറയൊക്കെയാണ്, ഇവല്യൂഷണറി അടുത്ത തലമുറയാണ് നമ്മുടെ ഏഷ്യൻ എലിഫന്റ് വിചാരിക്കും. ഒരിക്കലും അല്ല. അത് രണ്ടും ഒരുമിച്ച് ജീവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. ഏറ്റവും ഒരു രസകരമായിട്ടുള്ള അവയവങ്ങളുള്ള ജീവിയാണ് ആന. അത് ആഫ്രിക്കൻ ആയിക്കോട്ടെ ഏഷ്യൻ ആയിക്കോട്ടെ, നമ്മൾ കണ്ടാൽ മനസ്സിലാവും. ആഫ്രിക്കൻ ബുഷ് എലിഫൻസിന് എടുക്കാം. ആഫ്രിക്കൻ ബുഷ് എലിഫന്റിന്റെ ചെവി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഏറെക്കുറെ ഒരു ഒരു രസകരമായിട്ടുള്ള കമ്പാരിസൺ ആണ്. ഒരു ആഫ്രിക്കൻ ഭൂപടം പോലെ തന്നെ ഇരിക്കുന്ന വലിയ ചെവിയാണ് അതിൽ. നിറയെ രക്തധമനികൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആഫ്രിക്കയുടെ ഏതാനകളുടെയും ചെവി പലപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ പലരും പറയുന്നത്, അല്ലെങ്കിൽ പലരും പഴമക്കാർ പറയുന്നത്, ഈ ഉത്സവ സമയത്ത് ആനകളുടെ ചെവിയൊക്കെ ഇങ്ങനെ ആട്ടുന്ന സമയത്ത് സന്തോഷം കൊണ്ടാണ് എന്ന് പറയും. ഒരിക്കലും അല്ല. അത് ഇതിന്റെ രക്തധമനികളുണ്ട് ചെവിയിൽ. പ്രത്യേകിച്ചും ആഫ്രിക്കൻ ബുഷ് എലിഫൻസിന്റെ ചെവിയിലെ രക്തധമനികൾ വ്യക്തമായിട്ട് കാണാം അതിന്റെ മാർജിനിൽ. ഇതില് രക്തധമനികളിൽ ഈ ചുടു രക്തത്തെ തണുപ്പിക്കാൻ വേണ്ടിയാണ് എപ്പോഴും ഇത് ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്ലഡ് സ്ട്രീമില് എപ്പോഴും എത്ര ചൂടാണെങ്കിൽ പോലും അത് ബ്ലഡ് തണുത്തിരിക്കും. അതിനാണ് ഏതാണെങ്കിലും, അത് ഏഷ്യൻ ആയിക്കോട്ടെ ആഫ്രിക്കൻ ആയിക്കോട്ടെ, എല്ലാം ചെവിയാട്ടുന്നത് ആ ഒരു പർപ്പസിനാണ്.
പിന്നെ നമുക്ക് രസകരമായിട്ടൊരു അവയവമാണ് അതിന്റെ തുമ്പി. ഈ തുമ്പി 1,50,000 മസിൽസ് കൊണ്ടുണ്ടായതാണ്. 1,50,000 മസിൽസിന്റെ ഒരു ക്ലബാണ് തുമ്പി. ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട് ആ തുമ്പിക്ക്. ആ തുമ്പി ഇല്ലെങ്കിൽ ആനയില്ല. അപ്പൊ അതിന്റെ ഒരു നോസ്ട്രിൽസ്, അതിന്റെ പ്രൊബോസിസ് വളർന്ന് ഒരു ലിപ്പുമായി, അപ്പർ ലിപ്പുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് തുമ്പി വരുന്നത്. അപ്പൊ 1,50,000 മസിൽസ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിന് മൂവ്മെന്റുകൾ സാധ്യമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോ തുമ്പിയുടെ ഓരോ കുഞ്ഞു കുഞ്ഞു ചലനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു മൾട്ടി ഫങ്ഷണൽ ഓർഗനാണ് തുമ്പി. നമ്മുടെ ആനയ്ക്ക് തുമ്പിക്കൈയിൽ ഒരു ഉണിക്കൈ എന്ന് പറയും. തുമ്പിയുടെ അവസാനമുള്ള ഒരു ചെറിയ ഒരു ഫിംഗർ പോലെ, ഒരു ലിപ്പ്, ഒരു ചുണ്ട് പോലെയുള്ളത്, അത് ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആഫ്രിക്കൻ ആനയ്ക്ക് അത് ബൈഫിക്കേറ്റഡ് ആണ്, 2 എണ്ണമാണുള്ളത്. ആ ഒരു വ്യത്യാസമാണ് നമുക്ക് ആനകളെ കാണാൻ പറ്റുന്നത്. പിന്നെ ആനകളുടെ എടുക്കുകയാണെങ്കിൽ ആനകളുടെ പല്ല് 26 പല്ലാണ്. 12 പ്രീമോളാസും 12 മോളാസും പിന്നെ 2 ഇൻസിസേഴ്സും. ഈ 2 ഇൻസിസേഴ്സ് വളർന്നിട്ടാണ് വലിയ കൊമ്പായി മാറുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇപ്പൊ നമുക്ക് മഖ്ന, അതായത് മോഴ ആന എന്ന് പറയുന്നത് മെയിൽ ആനയാണ്, ആണാനയാണ്. നമ്മളിവിടെയൊക്കെ കാണും മോഴയാണ്, ഒറ്റയാനാണ്, നോക്കണം, അത് ഡേഞ്ചറസ് ആണ്. സത്യമാണ്. കാരണം അത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, കൊമ്പില്ലാതെ ഗ്രൂപ്പിൽ നിന്ന് മാറി നടക്കുന്ന, മേറ്റ് ചെയ്യാൻ, ഫീമെയിൽസുമായിട്ട് മേറ്റ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കാതെ പുറന്തള്ളപ്പെട്ട വളരെ ഫ്രസ്ട്രേറ്റഡും ആയിട്ടുള്ള ആനയാണ് മോഴ. അത് നമ്മൾ ഇഷ്ടംപോലെ നമ്മുടെ ഇതിൽ കാണുന്നുണ്ട്. ആഫ്രിക്കൻ ആനയും നമ്മുടെ ഏഷ്യൻ ആനയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ആഫ്രിക്കൻ ആനയ്ക്ക് എല്ലാ ആണിനും പെണ്ണിനും കൊമ്പുണ്ട്. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഏഷ്യൻ ആനയ്ക്ക് പെണ്ണിന് മാത്രമാണ് കൊമ്പില്ലാത്തത്. പിന്നെ മോഴയ്ക്കും, ആണാനകൾക്ക് എല്ലാത്തിനും കൊമ്പുണ്ട്. ഇതാണ് ഏകദേശം ഒരു ആനയുടെ ഒരു. പിന്നെ ആനയുടെ കാല് നഖങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആനയ്ക്ക് ഫ്രണ്ടിലെ കാലിലും പുറകിലെ കാലിലും നമ്മുടെ ആനകൾക്ക് 5 നഖങ്ങളുണ്ട്, പുറകെ 4 നഖങ്ങളുണ്ട്. ആഫ്രിക്കൻ ചില ആനകളിൽ ആഫ്രിക്കയിലെ ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റിന് 5 നഖങ്ങൾ ഫ്രണ്ടിലും 4 നഖങ്ങൾ പുറകിലും. ആഫ്രിക്കൻ ബുഷ് എലിഫന്റിന് ഫ്രണ്ടില് 4ആണ്, പുറകിലും 4ആണ്. ഈ ഒരു നഖങ്ങളുടെ ഒരു വ്യതിയാനങ്ങളും ചെറുതായിട്ടുണ്ട്. പിന്നെ എലിഫന്റ് കൂട്ടങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതൊരു ഫിഷൻ ഫ്യൂഷൻ സൊസൈറ്റിയാണ്. അതായത് ഒരുപാട് ആനകൾ ഒരുമിച്ച് കൂടും. പിന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി അവര് വേർതിരിഞ്ഞു പോകും. ഇപ്പൊ ആനകളുടെ ഒരു ആണാന ഒരു പക്വമാവുന്ന സമയത്ത് ഒരു അഡൾട്ടായി മാറുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ നിന്ന് അവൻ സ്വാഭാവികമായിട്ട് പുറന്തള്ളപ്പെടും. പിന്നെ ആ ഒരു ഗ്രൂപ്പ്, ഒരു യങ്സ്റ്റർ ടീനേജ് ഗ്രൂപ്പ്, അത് ആ ഗ്രൂപ്പിൽ നിന്ന് പോയി സ്വന്തമായി അലഞ്ഞു തിരിഞ്ഞ് ചിലപ്പോ അവന്റെ പ്രായക്കാരായിട്ടുള്ള ആളുകളോട് കൂടും. അങ്ങനെ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ അവന് കുറച്ച് വികൃതി കൂടുതലായിരിക്കും. അപ്പൊ പല സ്ഥലങ്ങളിൽ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ചെറുതായിട്ട് വാഹനങ്ങളെ ഓടിക്കും, കൃഷിസ്ഥലത്തിറങ്ങും, നമ്മൾ അവിചാരിതമായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടുമുട്ടാം. ഇതൊക്കെ അവരുടെ ഒരു വികൃതിയും വിളയാട്ടങ്ങളുമാണ്. പിന്നീട് അതൊരു പതുക്കെ ഒരു ഫീമെയിൽ ഗ്രൂപ്പിലേക്ക് വരുന്നു, മേറ്റ് ചെയ്യുന്നു, അങ്ങനെ. പക്ഷെ നമുക്ക് രസകരമായിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രൂപ്പ് ഓഫ് എലിഫന്റ്സ്, ഹേഡ് എന്ന് പറയും ഗ്രൂപ്പ് ഓഫ് എലിഫന്റ്സിനെ, അതിനെ നയിക്കുന്നത് എപ്പോഴും ഒരു ലേഡി ആയിരിക്കും. മാട്രിയാർക്കൽ സൊസൈറ്റിയാണത്. അപ്പോ അതിനുള്ള ഒരു അധീശത്വം, അതിനുള്ള നേതൃത്വ പാഠവുമുണ്ട് ആ ഒരു ആനകളുടെ അമ്മായി ആന്റിക്ക്. ഈ കുട്ടികളെ, അതിലൊരു കുട്ടി ഉണ്ടെങ്കിൽ എപ്പോഴും കാണും ഹേഡിനുള്ളിലായിരിക്കും. ഒരിക്കലും അതിന് പുറത്ത് നിർത്തി ഒരു അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ ക്ഷണിച്ചു വരത്തില്ല. അപ്പൊ ഈ കുട്ടിയെ സംരക്ഷിക്കുകയും ഈ ഹേഡിനെ നയിക്കുകയും ചെയ്യുന്നത് ആ ഒരു പെണ്ണാനയായിട്ടുള്ള ഒരു ആന്റിയാണ്. അതാണ് മാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പ്രസൻസ് ഓഫ് വാട്ടർ ഡിറ്റക്ഷൻ, ഇതിന്റെ ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് ഇപ്പൊ ആഫ്രിക്കയിലൊക്കെ പറയുകയാണെങ്കിൽ എത്ര കിലോമീറ്റേഴ്സ് വേണമെങ്കിൽ സഞ്ചരിക്കും. അറൌണ്ട് 200 കിലോമീറ്റേഴ്സ് വരെയൊക്കെ ഒരു ദിവസം ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് സഞ്ചരിച്ചിരിക്കും, വെള്ളത്തിനായിട്ടും പല കാര്യങ്ങൾക്കായിട്ടും. നമ്മുടെ ആനകൾ സഞ്ചരിക്കുന്നത് ഏകദേശം ഒരു 10 മുതൽ 20 കിലോമീറ്റർ വരെ ഒരു ദിവസം ആന ഗ്രൂപ്പായി സഞ്ചരിക്കും. പല ആവശ്യങ്ങൾക്ക്, ഭക്ഷണത്തിനായാലും വെള്ളത്തിനായാലും സഞ്ചരിക്കുന്നുണ്ട്. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്ന ഒരു പ്രവണതയല്ല അവർക്കുള്ളത്. പിന്നെ ആനകൾക്ക് ഒരു ആണാനയ്ക്ക് ഒരുപാട് പെണ്ണാനകളുമായിട്ട് ബന്ധപ്പെടാം, അടുത്ത തലമുറ ഉത്പാദിക്കുക. ഒരു പോളിഗ്യാമസ് സൊസൈറ്റിയാണിത്. അങ്ങനെ
ഒരു ഗർഭകാലം, ആനയുടെ ഒരു ഗർഭകാലമുണ്ട്. അത് 2 വർഷമാണ് സാധാരണ ഉള്ളത്. നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ വേറൊരു കാര്യം, ഈ ഗ്രൂപ്പുകൾ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആനകളുമായിട്ട് സംവദിക്കുന്നുണ്ട്. ആനകളുമായിട്ട് സംവദിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിരിക്കും, ഒരു ആനകൾ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ പലപ്പോഴും ആനകൾ ഒരുമിച്ച് കൂടും. എവിടെയെങ്കിലും നിൽക്കുന്ന 2 ആനകൾ തമ്മിൽ പരസ്പരം തുമ്പി മറ്റൊരു ആനയുടെ വായിലൊക്കെ കൊടുക്കുന്നത് കാണാം. പല ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് കാണാം. ഫോർ എക്സാമ്പിൾ എന്നുള്ള ശബ്ദങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നത് കാണാം. ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണാം. ഇത് ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ ഇതിന് മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനും പറ്റും. വളരെ ദൂരത്ത് നിന്ന്, ഒരു 4 കിലോമീറ്റർ, പലതും ആഫ്രിക്കയിൽ പലതും പറയുന്നുണ്ട്, അപ് ടു 10 കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്ന് ഒരാനയ്ക്ക് മറ്റൊരു ആനയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ചെവിയിലൂടെ മാത്രമല്ല, ഇൻഫ്രാസോണിക് ശബ്ദം നമുക്ക് കേൾക്കില്ല. കാരണം 20,000 ഹെഡ്സിന് താഴെയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക്. അപ്പൊ ഇൻഫ്രാസോണിക് ശബ്ദം അവർക്ക് വ്യക്തമായിട്ട് കേൾക്കാം. അത് ചെവിയിലൂടെയും കാലിലൂടെയും, കാലിന്റെ സോൾ അതുകൂടിയും തുമ്പി നിലത്ത് ടച്ച് ചെയ്ത്, ഇങ്ങനെ മൂന്ന് രീതിയിൽ സംവേദനം അത് എടുക്കുന്നുണ്ട്. അത് ഒരുമിച്ച് ചേർത്താണ് അത് മനസ്സിലാക്കുന്നത്, എന്ത് മെസ്സേജാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ മറ്റ് പല ജീവികൾക്കും മനസ്സിലാക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ദൂരെ നിന്നൊരു ഇടിവെട്ട് അല്ലെങ്കിൽ ഒരു ഭൂകമ്പത്തിന്റെയൊക്കെ ശബ്ദം പലപ്പോഴും എന്നല്ല, നമുക്കതിന് കേൾക്കാനുള്ള ഒരു ശക്തി മനുഷ്യനില്ല. പക്ഷെ ഈ എലിഫന്റ്സിന് അതുണ്ട്. അതൊരു വലിയൊരു പ്രത്യേകതയാണ് എലിഫന്റ്സിന്റെ. പിന്നെ എന്താണ് ഈ ആനകൾ ചെയ്യുന്നത്? ഈ കാടിന് വേണ്ടി ആനകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ട് ആനകള് ഒരു ഇക്കോസിസ്റ്റം മാനേജറാണ് ആനകള്. അപ്പോൾ ഈ ആനകള് ഈ ഒരു ഗ്രൂപ്പിന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ആനകളുടെ നമ്മുടെ ഇന്ത്യയിലെ എക്സിസ്റ്റൻസ് എപ്പോഴൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത്, എന്നാണ് ഇതൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്? നമുക്ക് മഹത്തായ സംസ്കാരങ്ങൾ നമുക്കുണ്ട്. സിന്ധു നദിയിലെ സംസ്കാരം, മോഹൻജാദരോ, ഹാരപ്പ സംസ്കാരങ്ങൾ. ആ സമയത്ത് തന്നെ ആനകളുടെ ഉപയോഗവും ആനകളെ നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പല തെളിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തില്, അത് ഏകദേശം 3000 BC അർത്ഥശാസ്ത്രത്തില് മൗര്യവംശത്തോട് കൗടില്യം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആനകൾ നമുക്ക് വേണം, കാടുകളിൽ ആനകൾ ഉണ്ടെങ്കിലേ നമുക്ക് ആനകളെ എടുക്കാനും ഉപയോഗിക്കാനും യുദ്ധങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ. അപ്പൊ ആനകള് ഇപ്പോ 3000 13,000 BC വരെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അത് ആ 13,000 BC വരെയുള്ള കാലഘട്ടത്തില് ഈ ആനകൾ ഉപയോഗിക്കുന്നു പറയുമ്പോൾ 33,000 BC മുതൽ 13,000 BC വരെയുള്ള കാലഘട്ടത്തില്, അപ്പോ ആ കാലഘട്ടത്തിൽ ആനകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആലോചിച്ചോ, ക്രിസ്തുവിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആനകള് നമ്മുടെ ഗ്രൂപ്പിന്റെ സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമായി മാറിയത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ ഗ്രൂപ്പ് ഓഫ് ആനകള് അങ്ങനെ മനസ്സിലാക്കി യുദ്ധങ്ങളിൽ പങ്കെടുത്ത് ആനകളുടെ പല മരപ്പണികൾക്ക്, വലിയ ഈജിപ്ഷ്യൻ പിരമിഡുകൾ പണിയുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ ആനകൾ ഉപയോഗിച്ചു വന്നു. പിന്നീട് ഈ ആനകള് അതൊക്കെ ക്യാപ്റ്റിവിറ്റിയിലുള്ള ആനകളാണ്. അതായത് നമ്മുടെ കൈവശം നമ്മൾ ഇണക്കി വളർത്തിയ ആനകളാണ്. അല്ലാത്ത ആനകളുണ്ട്, കാട്ടിലെ ആനകൾ. ഈ ആനകൾ എന്ത് കർമ്മമാണ് കാട്ടിന് വേണ്ടി ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കാതെ ഒരിക്കലും ഒരു അന്താരാഷ്ട്ര ആന ദിനം കടന്നു പോകരുത്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലായിരിക്കും. നമ്മളൊക്കെ വിചാരിക്കുന്നത്, അയ്യോ, നമുക്കൊരു പേടിയോട് നമ്മളെ സമീപിക്കുന്ന, ഒരുപക്ഷെ നമ്മൾ കാട്ടില് വാഹനമായിട്ട് പോകുമ്പോൾ നമ്മളെ വഴിമുടക്കുന്ന, ഓടിക്കുന്ന ആനയാണ്. കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആന ആണ് ഇക്കോസിസ്റ്റം മാനേജർ. അതായത് ഒരു പരിസ്ഥിതിയുടെ മാനേജ്മെന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ കടുവയെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പെക്സ് പ്രഡേറ്ററായ കടുവ, അതേപോലെ ഹെർബിവോറില് അപ്പെക്സ് ഹെർബിവോറാണ് ആന. അപ്പൊ ആന ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒരു എക്കോസിസ്റ്റം താറുമാറാകുന്ന സമയത്ത്, അല്ലെങ്കിൽ താറുമാറാവാതെ സൂക്ഷിക്കുന്നത് ആനയാണ്. ഒരു സ്ഥലത്ത് ഗ്രാസ് വേണം എന്ന് ആ എക്കോസിസ്റ്റത്തിൽ അവിടെ ഒരു ഗ്രാസ് വേണമെങ്കിൽ അവിടുത്തെ മറ്റ് ചെടികളെയും മറ്റ് ചെറിയ മരങ്ങളെയും ഒടിച്ചു മാറ്റി, പിഴുതു മാറ്റി ആ ഭാഗത്ത് സൺലൈറ്റ് താഴേക്ക് വരുത്തി ആ ഭാഗം ഗ്രാസ് ഉണ്ടാക്കുന്നത് ആനയാണ്. ആനയ്ക്കതറിയാം. ആന കഴിക്കുന്ന പല ഫ്രൂട്ട്സും അതിന്റെ സീഡുകൾ, അതിന്റെ വിത്തുകൾ പല സ്ഥലത്ത് കൊണ്ടുപോയി ആന പിണ്ടമിട്ട് നിക്ഷേപിക്കുന്നുണ്ട്. അതുമൂലം നമുക്ക് കിട്ടുന്നത് ഈ വിത്തുകൾ എല്ലാ പരിസ്ഥിതിയിലേക്കും, ആ ഇക്കോളജിയിലെ എല്ലാ ഭാഗത്തേക്കും സ്വതന്ത്രമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് എക്കോസിസ്റ്റത്തിൽ എല്ലാവരുടെയും ഒരു സമാന സ്വഭാവം
ആന ഉണ്ടാക്കുന്നുണ്ട്. മറ്റു ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ആന ഉണ്ടാക്കുന്നത്. ആന അതേപോലെ വെള്ളത്തിന്റെ പ്രസൻസ് ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൊക്കെ എവിടെയാണ് വെള്ളമുള്ളതെന്ന് ആനയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലെങ്കിൽ എവിടെയാണ്, എത്ര ദൂരെയാണ് വെള്ളമുണ്ടെങ്കിലും അതിന്റെ പ്രധാനമായിട്ട് തുമ്പി ടച്ച് ചെയ്ത് ആനയ്ക്കറിയാം. അവിടെ ആന കുഴിച്ച് വെള്ളം ഉണ്ടാക്കും. ഈ വെള്ളം ഉണ്ടാക്കുമ്പോൾ വെള്ളം ഉപയോഗിക്കുന്ന ആന മാത്രമല്ല, ആനയ്ക്ക് ചുറ്റുഭാഗം ആനയെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടും ആ ചുറ്റുഭാഗത്ത് ജീവിച്ചു പോരുന്ന ഒരുപാട് ജീവജാലങ്ങളുമാണ്. അപ്പൊ അത്തരം രീതിയിലും ആന ഒരുപാട് സഹായിക്കുന്നു. പിന്നെയുള്ളത് പശ്ചിമഘട്ടത്തിലെ ആനയുടെ പിണ്ടത്തിൽ നിന്ന്, ആനയുടെ ഡങ്കിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചാൽ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് 31 തരം ഫംഗൽ, അതായത് കൂൻ വർഗത്തിൽപ്പെട്ട ഫംഗൽ വിഭാഗത്തിന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ 31 തരത്തിലുള്ള കൂനുകൾ വരണമെങ്കിൽ, ഈ പ്രദേശത്ത് പല ഫങ്ഷൻസും പല കാര്യങ്ങളും ചെയ്യുന്ന കൂനുകൾ വരണമെങ്കിൽ, തുടർന്നും ജീവിക്കണമെങ്കിൽ, അതിന്റെ ജീവചക്രം നിലനിൽക്കണമെങ്കിൽ ആനയുടെ പിണ്ടം ആവശ്യമാണ്. ആനയുടെ പിണ്ടത്തിലൂടെ പോയി തന്നെ വരണം. അതൊക്കെ ഒരു ജീവജാലങ്ങളുടെ സമഗ്രമായിട്ടുള്ള ഒരു ഇണക്കം, പരിസ്ഥിതിയുമായിട്ടുള്ള ആനയുടെ ഇണക്കത്തെയും ആനയുടെ ജീവചക്രം മറ്റൊരുപാട് ജീവജാലങ്ങളെ എപ്രകാരമാണ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാതെ, വിഘടിപ്പിക്കാതെ ലിങ്ക് ചെയ്തു പോകുന്നത് എന്ന് ഏറ്റവും നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നമ്മളെ പീഡിപ്പിക്കുന്ന, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാട്ടാനയല്ല നമ്മുടെ മുന്നിൽ കാണുന്നത്. പക്ഷെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പൊതുസമൂഹത്തിന് ഉണ്ടാക്കുന്ന ഒരു മൃഗമായിട്ട് ആനയെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെയുണ്ട്. അതെന്തായിരിക്കും? നമുക്കറിയാം, കോൺഫ്ലിക്ട്സ്, പ്രശ്നങ്ങൾ. ആന എന്റെ കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങി എന്റെ കൃഷി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. സത്യമായിരിക്കാം, ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ ഒരുപാട് സമയത്തെ അധ്വാനവും സാമ്പത്തികവും എല്ലാം നിക്ഷേപിച്ചാണ് ഒരു കർഷകൻ അവിടെ കൃഷി ചെയ്യുന്നത്. പക്ഷെ ഒന്ന് ഓർക്കേണ്ടത്, നമുക്ക് കോമൺ സെൻസ് ഉണ്ട്. ആനയുടെ സെൻസ് എന്ന് പറയുന്നത് പ്രകൃതിയിലെ എങ്ങനെയാണ് അത് പെരുമാറേണ്ടത് അത് മാത്രമേ ആനയ്ക്കറിയുള്ളൂ. ആനയ്ക്ക് ബൗണ്ടറീസ് ഇല്ല. നമുക്ക് വേലി കെട്ടി തിരിച്ച സ്വന്തമായിട്ടുള്ള സ്ഥലമുള്ളത്. ആനയുടെ സ്ഥലം നേരത്തെ എന്തുണ്ടായിരുന്നോ അത് ഇപ്പോഴും ആനയുടെ സ്ഥലമായിട്ട് ആന കരുതുന്നുണ്ട്. ഒരു കാലത്ത് നമ്മള് വ്യാപകമായി കയ്യേറ്റങ്ങളും വനഭൂമി കയ്യേറ്റങ്ങളും നടത്തിയ ആളുകളാണ്, മനുഷ്യരാണ്. അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോരുന്നത്. ആ ശീലത്തിലേക്ക് ആന കടന്നു വരുമ്പോൾ നമുക്ക് ഒരിക്കലും ആനയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആനയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും നമ്മുടെ കൃഷിയിടങ്ങൾ കംപ്ലീറ്റ് നശിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആനയെ നേരിടുന്നത് തീപ്പന്തങ്ങളുമായും പടക്കങ്ങളുമായും പലതരം ഈവൻ നായാട്ട് നടത്തിപ്പോലും ആനയെ പ്രതിരോധിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ അടുത്ത് നമ്മുടെ മണ്ണാർക്കാട് ഭാഗത്ത് തോട്ട പൊട്ടി, ഒരു വെടിമരുന്ന് പൊട്ടി, ആനയുടെ വായിന്ന് പൊട്ടി മരിച്ചൊരു അതിദാരുണമായിട്ടുള്ളൊരു സംഭവം. അങ്ങനെ പലപ്പോഴും ആനയുടെ ഫ്രിഞ്ച് ഏരിയസ്, അതായത് കാടിന്റെ ഫ്രിഞ്ച് ഏരിയസിൽ അങ്ങനെ നടക്കുന്നുണ്ട്. ഒരിക്കലും ആനയെ അപ്രകാരം നമ്മൾ കണ്ടു തുടങ്ങിയാൽ ഇക്കോസിസ്റ്റം, കടുവ അസ്തമിച്ചാൽ കാടിന് എന്ത് സംഭവിക്കുന്നു പറഞ്ഞ പോലെ ആന അസ്തമിച്ചാലും നമ്മൾ അന്നേ മനസ്സിലാക്കുള്ളൂ എത്രത്തോളം പാതകമാണ് നമ്മൾ അത് ആനയോട് ചെയ്തിട്ടുള്ളതെന്ന്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, അത് ആന ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വനംവകുപ്പ് നേരിടുന്നുണ്ട്. പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ബോർഡ്, ഇത് എന്റെ സ്ഥലമാണ്, വന്യമൃഗങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല, വനംവകുപ്പ് ഇവിടെ പ്രവേശിക്കുന്ന വന്യമൃഗങ്ങളെ പിടിച്ചു കൊണ്ടുപോകേണ്ടതാണ്. അത്തരം അധപ്പതിച്ച സമൂഹവും നമുക്കുണ്ട്. പ്രകൃതിയുടെ ഒരു കാര്യങ്ങൾ ഒരു ചെറിയ രീതിയിൽ പോലും മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ താല്പര്യമില്ലാത്ത വിഭാഗവും ഈ പറയുന്ന ഞാനുൾപ്പെടെയുന്ന മനുഷ്യ സമൂഹത്തിനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാനേ പാടില്ല. കോൺഫ്ലിക്ട്സുകൾക്ക് വലിയൊരു പ്രധാന കാരണം എന്താന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് ആന തുടർച്ചയായി നടന്നു വന്നിരുന്ന, ആന വെള്ളം കുടിക്കാനും മറ്റ് ഭക്ഷണം കഴിക്കാനും വേനൽക്കാലത്ത് വന്നിരുന്ന സ്ഥലങ്ങളെല്ലാം കെട്ടിയടയ്ക്കപ്പെട്ടു. അതിന്റെ ഒരു തുടർച്ച നഷ്ടപ്പെട്ടു. അതാണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കോറിഡോഴ്സ് എന്ന് പറയുന്നത്, എലിഫന്റ് കോറിഡോഴ്സ്. എലിഫന്റ് ഒരു സ്ഥലത്തുനിന്ന് ഒരു പ്രത്യേക ഒരു സ്ഥലം വരെ കാലാവസ്ഥകൾക്കനുസൃതമായി, കാലങ്ങൾക്കനുസൃതമായി, അതിന്റെ ജീവചക്രങ്ങൾക്കനുസൃതമായി നടന്ന് ഭക്ഷണം തേടി തിരിച്ചു വരുന്ന ഒരു വലിയ ഏരിയയാണ് എലിഫന്റ് കോറിഡോഴ്സ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഉണ്ട് ആ കോറിഡോഴ്സ്. ആ കോറിഡോഴ്സിന്റെ ഇടയിൽ പലപ്പോഴും നമ്മുടെ നിർമ്മിതികൾ പ്രശ്നമാവുന്നുണ്ട്. നമ്മൾ മറ്റ് പല ആളുകൾക്കും കൊടുത്ത ഭൂമി പ്രശ്നമാകുന്നുണ്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ പ്രശ്നമാകുന്നുണ്ട്. ഇതൊക്കെയാണ് ആനയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, മൂന്നാർ ഇടുക്കി പോകുന്ന വഴിക്ക് ആനയിറങ്കൽ എന്നൊരു സ്ഥലമുണ്ട്. ആനയിറങ്കൽ എന്ന സ്ഥലത്താണ് ഒരുപാട് ആളുകൾക്ക് ഭൂമി സർക്കാർ നയങ്ങളിൽ ഒരു കാലത്ത് പതിച്ചു കൊടുത്തത്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് പോലും
അവിടെ ഭൂമി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഭൂമി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കോൺഫ്ലിക്റ്റ് വരും. ആനയ്ക്കറിയില്ല ഇത് ഞങ്ങളുടെ ഭൂമിയല്ല, ഇവിടെ കടക്കരുത് എന്നുള്ളൊരു കോമൺ സെൻസിലല്ല ആന ജീവിക്കുന്നത്. കാരണം അത് പ്രകൃതിയുടെ ഭാഗമാണ്. ഒരു കോമൺ സെൻസുള്ള എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാഗമല്ല അത്. ഇതാണ് കോൺഫ്ലിക്ട്സിന്റെ കോൺഫ്ലിക്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ 1992 ഇന്ത്യയിൽ വിഭാവനം ചെയ്ത പ്രൊജക്ട് എലിഫന്റ് എന്നുള്ളത്. ആനയെ സംരക്ഷിക്കുക, ആനയുടെ നായാട്ട് തടയുക, ആനയ്ക്കുള്ള കോറിഡോർ, ആനയ്ക്കുള്ള ഇക്കോളജി, ആനയ്ക്കുള്ള ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുക. അതിലെല്ലാമാണ് എലിഫന്റ് പ്രൊജക്ട് ഉണ്ടായത് 1992. നമുക്ക് എത്ര ആനകളുണ്ട്? നമുക്കിപ്പോ കേരളത്തിൽ പറയുകയാണെങ്കിൽ, ഫൈനൽ സെൻസസിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 5000-ഓളം ആനകൾ നമുക്ക് കേരളത്തിലുണ്ട് എന്ന് പറയാം. പക്ഷെ കേരളത്തെ നമ്മളൊരു ബൗണ്ടറി ആയിട്ട് കാണുമ്പോഴാണ് അങ്ങനെ ഏകദേശം പറയുന്നത്. കാരണം കേരളം തമിഴ്നാടുമായിട്ടും കർണാടകയുമായിട്ടും ഒക്കെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോ അത്തരമൊരു ഫിഗറിലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് പശ്ചിമഘട്ടത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാം. കാരണം പശ്ചിമഘട്ടം ഈ കാടുകളിലെല്ലാം കൂടി ഒരു 15,000 ആനകൾ ഉണ്ടാവും. നമുക്ക് ഈ പശ്ചിമഘട്ടത്തിന്റെ ഈ സദേൺ വെസ്റ്റേൺ ഘട്ട് ശരിക്കൊരു എലിഫന്റ് ഹോട്ട്സ്പോട്ടാണ് എന്ന് അന്താരാഷ്ട്ര സംഘടനകളെല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇതേപോലെ പശ്ചിമഘട്ടത്തിന്റെ അതേപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ ആനയുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഘട്ടത്തിൽ ആനയുണ്ട്. ഇങ്ങനെ നല്ല കാടുകളുള്ള സ്ഥലത്തെല്ലാം കടുവകളെ പോലെ ആനയുണ്ട്. പിന്നെ പറയാനുള്ള ഒരു കാര്യം ക്യാപ്റ്റീവ് എലിഫന്റ് ആണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ആനകൾ. നമ്മള് ഒരു കാലത്ത് എത്രയോ കാലം നമുക്ക് ഇണക്കി വളർത്തി നമ്മുടെ ഉത്സവങ്ങൾക്ക്, നമ്മുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മനുഷ്യന്റെ സ്വന്തം എന്ന് വിശ്വസിച്ച് പോരുന്ന ആനകൾ. അവരൊരിക്കലും നാട്ടാനകൾ എന്ന് പറയുന്ന വിഭാഗം കാട്ടാനകൾ തന്നെയാണ്. അത് കാട്ടാനകളായിട്ട് തന്നെ നമ്മൾ നാട്ടാനകളെ കാണുമ്പോഴാണ് അതിനെ ശരിക്കും സ്നേഹിക്കാൻ പറ്റുള്ളൂ. മറ്റ് സ്നേഹമൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്നേഹമായിട്ട് കണക്കാക്കാനാണ് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് പറ്റുള്ളൂ. ഏത് നാട്ടാനയെയും ഒരു കാട്ടാന എന്ന രീതിയിലാണ് നമ്മൾ സമീപിക്കേണ്ടത്. കാരണം അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള സമയത്ത് നമ്മൾ നൽകുകയും പരിപാലിക്കുകയും ചെയ്താൽ മാത്രമേ നാട്ടാന ഒരു പരിധിവരെ നമുക്ക് ഇനി അടുത്തൊരു 10-30 വർഷത്തോളം നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം നമുക്കിപ്പോ ഒരു 500-ൽ താഴെ ആനകളെ നമുക്ക് നാട്ടാനകളായിട്ട് നമ്മുടെ സ്വന്തം എന്ന് പറയാനുള്ളൂ. അതിനെല്ലാം ആവറേജ് ഒരു 40, 45, 50 വയസ്സ് പ്രായമുള്ള ആനകളാണ്. ഈ ആനകൾ ശരാശരി ഇപ്പൊ ഒരു പ്രായം ആനകൾ മരിക്കുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ട് കഴിഞ്ഞൊരു 10 വർഷം എടുക്കുകയാണെങ്കിൽ ആനകൾ ഒരു 60-65 വയസ്സാകുമ്പോഴേക്കും മരിച്ചു പോകുന്നു. ചിലത് 70 വരെ കഷ്ടി ജീവിച്ചിരിക്കുന്നു, ചിലത് 75 വയസ്സ് വരെ. അപ്പൊ ഒരു ആവറേജ് 60 വയസ്സ് വരെയാണ്, 65 വയസ്സ് വരെയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടാനകളുടെ ഒരു പ്രായം നിൽക്കുന്നത്, മരണത്തിന്റെ ഒരു പ്രായം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു 40-45 വയസ്സുള്ള ആനകൾ അടുത്തൊരു 25 വർഷം കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലുള്ള എല്ലാ ആനകളും മരിച്ചു പോവുകയാണ്, ചെരിയുകയാണ്. ഒരിക്കലും ആനയെ നമുക്കിനി തിരിച്ച് കാട്ടിൽ നിന്നുള്ള ആനകളെ നാട്ടാനകളാക്കി മാറ്റാൻ നിയമം ഒരിക്കലും അനുശാസിക്കുന്നില്ല. അതൊരിക്കലും നമുക്കിനി ചെയ്യാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കുള്ള ആ നാട്ടാനകളെ വളരെ ഭംഗിയായിട്ട് പരിപാലിക്കേണ്ടത് കർത്തവ്യം നമുക്കുണ്ട്. നമുക്കറിയാം തൃശ്ശൂർ പൂരം, വലിയ വലിയ പൂരങ്ങൾ, ആഘോഷങ്ങളൊക്കെ നമ്മൾ ആന നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ട്, കേരളത്തിന്റെ അഹങ്കാരമായിട്ട് നമ്മൾ മുന്നിൽ കൊണ്ടു നിർത്തുമ്പോൾ ഒരു വലിയ ഭൂരിപക്ഷവും മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം ആന എത്രത്തോളം ബുദ്ധിമുട്ട് പല സമയത്തും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു വനപാലകൻ എന്ന നിലയ്ക്കും എനിക്ക് വ്യക്തമായിട്ട് ഒരു ആന പ്രേമി എന്ന നിലയ്ക്കും ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതിന്റെ കർത്തവ്യമാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള ആന ഉത്സവങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും പങ്കെടുക്കുന്ന സമയത്ത് അത് നിയമം വിധേയമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതൊരിക്കലും നമുക്ക് പങ്കെടുക്കരുത് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ക്യാപ്റ്റീവ് എലിഫന്റ് മാനേജ്മെന്റ് റൂൾസ് 2012 ഉണ്ടാക്കിയ നാട്ടാന പരിപാലന ചട്ടം പ്രകാരം ആനകളെ ഈ എഴുന്നള്ളിപ്പിനും ആനകളെ പണിയെടുപ്പിക്കുന്നതിനും ആനകളെ പൊതു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും അവർ പെർമിഷനുണ്ട്. ആ പെർമിഷൻ പക്ഷേ പല രീതിയിലും ദുരുപയോഗപ്പെടുത്തുന്ന വലിയ സമൂഹത്തെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. കാരണം ആനകൾക്ക് നന്നായി ഭക്ഷണം കൊടുക്കാതിരിക്കുക, ആനയുടെ മതപ്പാട് കാലത്തിൽ വ്യതിയാനങ്ങൾ വരുത്തുക, ആനകൾക്ക് വേണ്ട സമയത്ത് മനസ്സിലാക്കി ചികിത്സ നൽകാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതിനൊക്കെ നിയമപരമായിട്ട് നമ്മൾ നടപടിയും എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലാഭത്തിന് വേണ്ടി മാത്രം ഒരു ആനയെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രധാന പോയിന്റ്,
ആനകളെ വെറും ലാഭത്തിന് വേണ്ടി മാത്രം ഒരു ഉത്സവ സീസണിൽ പരമാവധി ഉപയോഗിച്ച് പരമാവധി ഉത്സവങ്ങളിൽ പങ്കെടുപ്പിച്ച് അതിനൊരു വിശ്രമം നൽകാതെ ഇരിക്കുന്ന ചില സാഹചര്യങ്ങൾ, ചില ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. അല്ലാതെ ആനകൾ ഒരിക്കലും ഉത്സവത്തിന് പങ്കെടുപ്പിക്കരുത് എന്നുള്ളൊരു സ്റ്റാൻഡ് നിലവിലുള്ള നിയമവ്യവസ്ഥയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ആനകളെ വളരെ നന്നായി നോക്കുന്ന, സ്നേഹിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ പക്ഷെ ചുരുക്കം ചിലർ ആനകളെ ഒരു വർഷം പരമാവധി എത്ര പരിപാടികളിൽ പങ്കെടുപ്പിക്കാം, പരമാവധി പങ്കെടുപ്പിച്ച് പരമാവധി കാശ് എങ്ങനെ ഉണ്ടാക്കാം, അതിനുവേണ്ടി ആനയുടെ ജീവിത ചക്രത്തിൽ ഈവൻ മസ്ത് ഉൾപ്പെടെ, അതായത് ആനയുടെ മതപ്പാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ വൈകിപ്പിക്കാം, എങ്ങനെ നേരത്തെയാക്കാം, എങ്ങനെ എത്രയും പെട്ടെന്ന് മതപ്പാട് കംപ്ലീറ്റ് ചെയ്യിക്കാം എന്ന് വരെ ആലോചിക്കുന്ന, ആനയ്ക്ക് നേരെ ഭക്ഷണവും നേരെ സമയത്ത് വെള്ളവും വിശ്രമവും നൽകാതെ ആനകളെ കാശിന് വേണ്ടി മാത്രം കൊണ്ടു നടക്കുന്ന ചെറിയ ചില ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ വ്യക്തമായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ വരുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമാണ്. വനപാലകർ എന്ന നിലയ്ക്ക് ഞങ്ങളും അതിന്റെ ബാധ്യസ്ഥരാണ്, അതിന്റെ നടപടികൾ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഇത്രയുമാണ് ആനകളെ കുറിച്ച് നമുക്ക് ഒരു ജനറലി പറയാനുള്ളത്. ഇങ്ങനെയുള്ള നമുക്ക് നമ്മുടെ കണ്ണിൽ ഈ ഒരു 500 താഴെ ആനകൾ മാത്രമാണ് നമുക്ക് നാട്ടിൽ കാണുന്നുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ കാട്ടിലെ ആനകൾ നമ്മൾ എത്രത്തോളം കാര്യങ്ങളാണ് പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു ആന ഒരു എക്കോസിസ്റ്റത്തിന് വേണ്ടി എത്ര കാർബൺ ആണ് സെക്വസ്ട്രേഷൻ ചെയ്ത് കാട്ടിലേക്ക് നമ്മുടെ ഭൂമിയിലേക്ക് വലിച്ച് ഈ ഹരിതാപമായിട്ടുള്ള ഭൂമിയെ നിലനിർത്തുന്നതെന്ന് മനസ്സിലാക്കുക. എത്ര ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് അതിന്റെ ജീവൻ പ്രകൃതിയിലേക്ക് ചേർന്ന് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു ദിവസമായിട്ട് ഈ ഇന്റർനാഷണൽ എലിഫന്റ് ഡേ മാറട്ടെ. എല്ലാ ആശംസകളും നേരുന്നു.